എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും നടക്കുന്ന വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾ എന്നെ ചാനൽ കാണുന്ന ഒരാൾ, ആ ആളല്ല ഈ ആള്. ഇത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ജീവിതമാണ്. ഞാൻ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുമ്പം 2 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർ എൻ്റെ വീഡിയോ കാണണം. എൻ്റെ ശരീരത്തിൻ്റെ ഒരവയവങ്ങളും എക്സ്പോസ് ചെയ്യപ്പെടരുത്. ഞാൻ പറയുന്നത് സഭ്യമായിട്ടുള്ള കാര്യങ്ങളല്ലാതാവരുത്. ഏത് കണ്ടന്റും ആർക്കും ഒരുമിച്ച്, ഇതൊക്കെ എൻ്റെ ചാനലിൻ്റെ മോട്ടോമാണ്. ഞാനത് പാലിക്കും. പക്ഷെ വ്യക്തിപരമായിട്ട് എനിക്കൊരു സ്വമുണ്ട്, എനിക്കൊരു വ്യക്തിത്വമുണ്ട്. അതിനെ ഞാൻ എന്തിനാണ് മനുഷ്യ വിട്ട് കളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നെ ഏറ്റവും കൂടുതൽ പ്രണയിക്കുകയും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? അതിനകത്ത് വേറൊരു കാര്യം കൂടെ അന്നമ്മ എഴുതിയിരിക്കുന്നത്, പ്രണയത്തെ പറ്റിയിട്ടുള്ള പല കോൺസെപ്റ്റ്സ് എഴുതിയിട്ടുള്ളതിൽ പ്രണയം തോന്നുന്നത് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന കുറ്റമല്ല. അതുകൊണ്ട് തന്നെ മരിക്കും വരെ തുടരാൻ നിങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല. പക്ഷെ അതിനൊരു നോട്ടും കൂടെ ഉണ്ട്. ആ നോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനവനെ തന്നെ പ്രണയിക്കാതെ ഈ ലോകത്തിലെ മറ്റെന്തിനെ പ്രണയിച്ചിട്ടും കാര്യമില്ല എന്നത് ഓർക്കുകയോ ഓർക്കാതിരിക്കുകയോ ചെയ്യാം. ഈ നോട്ടിനകത്ത് സത്യത്തിൽ ഈ ഉപാധികളില്ലാതെ പ്രണയം എന്ന് പറയുന്ന വരികളുടെ അർത്ഥമുണ്ട്. എന്ന് വെച്ചാൽ അന്നമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഇത്രയും സ്നേഹമല്ല. ഇന്നിപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മുടെ ചാനലിലെ 7ാമത്തെ ആനിവേഴ്സറി ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മെഡിക്കൽ സിറ്റുവേഷനെ കുറിച്ചൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാൾ എഴുതിയൊരു സ്ത്രീ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എഴുതിയിട്ട്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുക, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളപ്പോൾ കുറച്ച്. അപ്പം ഞാൻ അതിന് മറുപടി എഴുതിയിട്ട്, ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കില്ല, ഞാൻ പ്രണയിക്കുന്നത് എന്നെ തന്നെയാണ്. എനിക്ക് എന്നോട് കൊതിയാണ്, എൻ്റെ ജീവിതത്തോട് കൊതിയാണ്, ഞാൻ കാണുന്ന കാഴ്ചകളോട് കൊതിയാണ്. അപ്പം ഞാൻ എന്നെ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, അമിതമായിട്ടുള്ള ആസക്തിയോടെ ഞാൻ എന്നെ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ രീതി. രജനീഷ് അത് വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. കാര്യം എന്താ, എനിക്ക് തോന്നുന്നത് അന്നമ്മ എന്നുള്ള പേരും രജനീഷ് എന്നുള്ള പേരും ഒരു എന്താ പറയുക, ഈ ഓപ്പോസിറ്റ് സെക്സ് എന്നതിനപ്പുറം ഒരു സെയിം വേവ് ലെങ്ത്തിൽ പോകുന്നവരാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ താങ്കളത്? ഇല്ല, അന്നമ്മ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കനലുകൊണ്ടൊരു പെണ്ണ് എന്ന് പറയുന്ന കവിത തീരുന്നത്, നോക്കി നിൽക്കെ അവളൊരു അഗ്നിപർവ്വതമാകും, ഒരു പൊട്ടിത്തെറിയിൽ ചതിയുടെ കുലം മുടിക്കും, സജീവമായൊരു അഗ്നിപർവ്വതം. എനിക്ക് ചോദിക്കാനുള്ള, ഈ അഗ്നിപർവ്വതം ഇപ്പോഴും സജീവമാണോ? ഈ പറയുന്ന നൊമ്പരങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒരു പ്രതികാര അഗ്നിയായിട്ടോ അത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന ഒരാളാണോ ശരിക്കും അന്നമ്മ? അതെ, അതായത് 100% ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ പൊട്ടിത്തെറി? ഒരു അഗ്നിഗോളമായിട്ടോ അല്ലെങ്കിൽ ഒരു ലാവയായിട്ട് പൊട്ടിത്തെറിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു ബോംബായിട്ട് തകരുന്നതാണോ, ഒരു തോക്കെടുത്ത് കൊല്ലുന്നതാണോ, കത്തി കുത്തി ഇറക്കുന്നതാണോ? ഏതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ പൊട്ടിത്തെറി? എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പൊട്ടിത്തെറി എൻ്റെ പകയുടെ, എൻ്റെ വിദ്വേഷത്തിൻ്റെ, എൻ്റെ പരിഭവത്തിൻ്റെ തീ അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് ഞാനിവിടെ തുറന്ന് പറയണോ? വേണ്ടല്ലോ. പക്ഷേ ചതിയുടെ കുലം മുടിക്കും എന്ന് തീർച്ചയായിട്ടും അത് എന്നോട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് മാത്രമല്ല പറയുന്നത് കേട്ടോ. ഇന്നിപ്പോൾ നമ്മളൊരു പത്രം, ഞാൻ പത്രം വായിക്കാറില്ല, അത് രജനീഷിന് അറിയുമെന്ന് അറിയില്ല. ഞാൻ പത്രം വായിക്കാറില്ല, ഞാൻ ടി വിയിലെ ന്യൂസ് കാണാറില്ല. ഇത് രണ്ടും ചെയ്യുന്നത് എൻ്റെ ഭർത്താവാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലി അറിയണ്ടെന്നല്ല, ആ കാണുന്ന ഒരൊറ്റ ന്യൂസ് മതി എൻ്റെ കുറേ ദിവസങ്ങൾ ഇല്ലാണ്ടാക്കാൻ, എൻ്റെ ഉറക്കം ഇല്ലാതാക്കാൻ, ഞാൻ ഇമോഷണലി അൺബാലൻസ്ഡിലാവാൻ, ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലേക്ക് മാറാൻ. കാരണം നമ്മളതിൽ വായിക്കുന്ന ഒരു ന്യൂസ്, കാണുന്ന ഒരു ന്യൂസ്, അനുഭവിച്ച ആൾ നമ്മളാണെങ്കിൽ നമ്മൾ ആ ന്യൂസ് റീക്രിയേറ്റ് ചെയ്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? അന്ന് അനുഭവിച്ച നാളെ ഒരു പക്ഷേ നമുക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പ്രതികരിച്ചാലും അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ നമുക്കറിയില്ലായിരിക്കും. പക്ഷെ ഇന്നും അതേ കാര്യം ഈ 2025 തുടർന്നു കൊണ്ടിരിക്കുക എന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഈ പറയുന്ന പോലെ ഞാനൊരു സൂപ്പർമാനോ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള വേപ്പൺ കൊണ്ട് ഈ ചെയ്യുന്ന എല്ലാവരെയും ഇല്ലാതാക്കി മുച്ചൂടും മുടിക്കാനുള്ള പകയും ദേഷ്യവും എന്നിലുണ്ട്. കാരണം അനുഭവിച്ചത് ഞാനാണ്, ഇന്നും ആ സാധനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് ന്യൂസ് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫാമിലിക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. എന്നാലും നമ്മളിത് കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ എന്നെങ്കിലും എനിക്ക് ഞാൻ അനുഭവിച്ച ട്രോമയിൽ നിന്നൊരു ക്യൂർ, ഒരു മോചനം, ഒരു മറവി കിട്ടുമെന്ന് രജനീഷ് കരുതുന്നതിൽ സത്യത്തിൽ അതൊരു മണ്ടത്തരമാണെന്നാണ് എൻ്റെ മരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, അതിൽ നിന്നൊരു, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വാഷ് ഔട്ട് ആവും, ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം, നമ്മുടെ ഓർമ്മകൾ പോകണം. കാലം കഴിയുന്തോറും നമ്മുടെ ഓർമ്മകൾക്ക് മങ്ങലേക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എൻ്റെ നന്മയോ തിന്മയോ കഷ്ടകാലമോ എന്താണെന്നറിയില്ല,
ഇങ്ങനെയുള്ള മെമ്മറീസ് ഓരോ ദിവസം കഴിയുന്തോറും എന്നിൽ ഷാർപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്നറിയോ, എനിക്ക് ചുറ്റും ഇന്ന് നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. വേറെ രൂപത്തിൽ, വേറെ രീതിയിൽ, ചിലപ്പോൾ അതിലും ഭീകരമായിട്ടാണ് നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പകയുടെ അഗ്നിപർവ്വതം ശാന്തമാകുകയും കുലം മുടിക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ ആ ഒരു പക ഇല്ലാതാകുകയും ചെയ്യണത്? ആ ചോദ്യത്തെയൊക്കെ സമൂഹം ഒന്നായി നേരിടേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും. പ്രണയത്തെക്കുറിച്ച് പ്രണയ നിയമം എന്ന് പറയുന്ന കവിതയിൽ എഴുതിയിരിക്കുന്നത്, പ്രണയം എന്നത് കുരിശുമരണം വിധിക്കേണ്ട പാപമല്ല, അതിനാൽ മരിച്ചാലും ഉയർത്തെഴുന്നേൽക്കും എന്നതിനാൽ ഇനി പ്രണയിക്കാൻ അനുവാദം കാക്കരുത്. ഇത് നമ്മൾ ഈ പറയുന്നത് പോലെ മറ്റെന്തിനേക്കാളും അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്ന നിയമം പറയുന്നതാണ്. തീർച്ചയായും. മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ സമൂഹത്തെ, നമ്മുടെ ചുറ്റുമുള്ളവരെ പേടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്ത് കാര്യം ആളുകൾക്ക് രഹസ്യമായി ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ആളുകൾക്ക് കുഴപ്പമില്ല, സമൂഹത്തിനും കുഴപ്പമില്ല. എന്നാൽ അത് പരസ്യമായിട്ട് ചെയ്യാനുള്ള ധൈര്യമില്ല. അതിലെന്ത് ന്യായം? നമ്മൾ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രണയിക്കുക തന്നെ വേണം. നമ്മൾ ആ പ്രണയം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഒരു കാര്യം കൂടെ, ഈ പ്രണയത്തിൻ്റെ കുരിശുമരണം എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഒരുതരം പ്രതിഷേധമാണ് ശരിക്കും കാണുന്നത്. ഹൃദയത്തിലൊരു മുറിവും ജീവിതത്തിലൊരു കുരിശുമരണവും ഇല്ലെങ്കിൽ ഈ ജീവിതം എന്നെ വിരസമായേനെ. കഥ എഴുതിയതുപോലെ തനിയാവർത്തനങ്ങളായ ജീവിതങ്ങൾ എത്രയോ അരോചകമായിരിക്കും. സ്നേഹിക്കപ്പെടണം, വെറുക്കപ്പെടണം, അവഗണിക്കപ്പെടണം, ഒഴിവാക്കപ്പെടണം. അതിലാണ് ജീവിതത്തിൻ്റെ സാരസ്വത രഹസ്യം ഉറങ്ങുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ചോദ്യം വരുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം പറയാം. ഞാൻ പ്രണയിക്കപ്പെട്ടിട്ടുണ്ട്, വേദനിക്കപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒഴിവാക്കപ്പെട്ടതിൻ്റെ വേദനയിൽ എരിഞ്ഞ് 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 തീർന്നിട്ടുമുണ്ട്. തിരിച്ചും ചെയ്തിട്ടില്ലേ? ഇല്ല. ആരും, അതായത് ഞാൻ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ മരണം വരെ എൻ്റെ കൂടെ നിൽക്കാൻ മാത്രമാണ്. എൻ്റെ കൂടെ അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്, സൗഹൃദങ്ങളുണ്ട്, വളരെ ഡീപ്പായിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. ആരെയും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എൻ്റെ പ്രണയവും എൻ്റെ രീതികളും താങ്ങാനാവാതെ എന്നിൽ നിന്നും വിട്ടുപോയവരേ ഉള്ളൂ. അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അതെ അതെ അതെ, അതൊരു കവിതയിൽ തന്നെ ഉണ്ട് കേട്ടോ. സ്നേഹിക്കുന്നവരെ പിരിയാൻ എനിക്കിഷ്ടമാണ്. പിരിയുന്ന നിമിഷം ഒന്നും പറയാതെ കൈകൾ മെല്ലെ ഉയർത്തി മുഖത്തേക്ക് ഒരിക്കൽ മാത്രം നോക്കി മെല്ലെ പടിയിറങ്ങുമ്പോൾ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. പിന്നെ മിഴികളിൽ ഓർമ്മകളുടെ നിലാവ്, പറയാതെ മനസ്സിൽ അവശേഷിപ്പിച്ച വാക്കുകളുടെ വേലിയേറ്റം. നിറയ്ക്കുക നോവുകൾ എന്നിൽ നീ എപ്പോഴും, പുതുമഴത്തുള്ളികളായി ഹൃദയം കൊണ്ട് അത് നനയാൻ മാത്രം കാത്തിരിപ്പവൾ ഞാൻ. ശരിക്കും ഇത് ഒരു ചെറിയൊരു സൈക്കോ ആണ്. പലരും എഴുതിയിട്ടുണ്ട്. അല്ല, അതിനകത്തെ ഭാവത്തെ നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ആ വാക്ക് ഉപയോഗിച്ചു വന്നേ ഉള്ളൂ. അതായത് ശരിക്കും നമ്മളത് ആസ്വദിക്കുന്ന സമയത്ത് പ്രായോഗികമായി അന്നമ്മ അങ്ങനെ ആയിരിക്കില്ല. അല്ല, എന്നെ ഇപ്പോൾ ഒരു തേപ്പുകാരിയായിട്ട് നിങ്ങൾ ചിത്രീകരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി. അങ്ങനെയല്ല, തേപ്പുകാരിയായിട്ടല്ല. അത് ആ ഒരു വേദനയെ ഉള്ളിലെടുത്തിട്ട് അത് അനുഭവിക്കുന്നതിൽ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞ പോയിന്റ് മറക്കണ്ട. എന്നിലേക്ക് വന്ന അത് സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും ഞാൻ തേച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ തേക്ക്, എനിക്കത് ഇഷ്ടമില്ലാത്തൊരു വാക്കാണ്. ഞാൻ ആ പ്രണയത്തെ ഞാനായിട്ട് പറിച്ചെറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആ സൗഹൃദത്തെ, ആ ഒരു ബന്ധത്തെ, അത് ഈവൻ ഒരു കൊളീഗ് എന്നുള്ളൊരു ആണെങ്കിൽ എന്തോ വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാനായിട്ട് ഒരു ബന്ധങ്ങളെയും ഞാൻ പറിച്ച് എറിഞ്ഞിട്ടില്ല. എന്നിൽ നിന്നും എന്നെ താങ്ങാനാവാതെ ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ആ പോകുമ്പോഴും ഞാൻ എന്താണ്, അതിൻ്റെ വേദനയും നോവും തീർച്ചയായിട്ടും ആരിലുണ്ടാവും, എന്നിൽ ഉണ്ടാവും. പക്ഷെ തടഞ്ഞു നിർത്താനോ പിടിച്ചു വെക്കാനോ ഞാൻ ഒരിക്കലെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിച്ചതായിട്ടാണോ ആ എഴുത്ത്? ഇല്ല. അതിൻ്റെ വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, നോവുണ്ട്, നിറവും ഉണ്ട്. എന്തിൻ്റെ നിറവ്? തന്ന നിമിഷങ്ങൾ, ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ അത്രമാത്രം വാല്യുബിളാണ്. അതെവിടെ? ഓർമ്മകൾ മരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അനുഭവങ്ങൾ ഇല്ലാതാവുന്നുമില്ല. പിന്നെന്താ പ്രശ്നം?